എല്ലാ താഴ്ചയ്ക്കും അപ്പുറം ദൈവം ഒരു ഉയർച്ച വെച്ചിട്ടുണ്ട്. എല്ലാ കണ്ണുനീരിനും അപ്പുറം ദൈവം ഒരു ആഹ്ലാദവും ആനന്ദവും വെച്ചിട്ടുണ്ട്. എല്ലാ രാത്രിക്കും സന്ധ്യയ്ക്കും അപ്പുറം ദൈവം ഒരു പ്രഭാതവും ഉഷസ്സും വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്നത്തെ ശാലോം സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുന്ന ഏതൊക്കെ തരത്തിലുള്ള വേദനയുടെ കാലമാണോ, നിരാശയുടെ കാലമാണോ, രോഗത്തിന്റെ കാലമാണോ, തകർച്ചയുടെ കാലമാണോ, അതിനപ്പുറത്തേക്ക് ദൈവം ഒരുക്കിയ ഒരു ഉയർച്ചയുടെയും നന്മയുടെയും സന്തോഷത്തിന്റെയും കാലം ദൈവം വച്ചിട്ടുണ്ട്. 30-ാമത്തെ സങ്കീർത്തനം 5-ാമത്തെ വാക്യമാണ് ഈ ചിന്തയ്ക്ക് ആധാരം. അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദ ഘോഷം വരുന്നു. ആമേൻ. ഇന്ന് ശാലോം സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടുകൂടി വന്ദനം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും കഷ്ടതയും അനുഗ്രഹവും ഒക്കെ ആയിട്ട് സമ്മിശ്രമായിട്ടാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത്. എന്നാൽ ജീവിതത്തിന്റെ ഭൂരിഭാഗവും, ഈ ലോകത്തിലെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും നാം അനുഭവിക്കേണ്ടത് കഷ്ടതകളും വേദനകളും നിന്ദകളും പരിഹാസങ്ങളും കണ്ണുനീരും ഒക്കെയാണ്. എല്ലാ മനുഷ്യർക്കും അങ്ങനെ തന്നെയാണ്. കുറെ പേർക്ക് അങ്ങനെ അല്ലെന്ന് നമ്മൾ ചിന്തിക്കും, പക്ഷേ അവരും അങ്ങനെ തന്നെയാണ്. കാരണം ഇതിനപ്പുറത്തേക്കുള്ളൊരു ജീവിതമുണ്ടല്ലോ. ഈ അപ്പുറത്തേക്കുള്ള ജീവിതത്തിൽ പിന്നെ കണ്ണുനീരില്ല, ദുഃഖമില്ല, നിരാശയില്ല, ഇരുട്ടില്ല, ഇനി രാത്രിയില്ലെന്നും ഇനി മരണമില്ലെന്നും പറയുന്ന ഒരു ഭാഗം ബൈബിളിലുണ്ട്. ഇനി രാത്രിയില്ലെന്നും ഇനി മരണവുമില്ല, കണ്ണുനീരില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ സംഭവം കാണുന്നു. അത് ആ സത്യം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലന് ഈ ഒരു കാര്യങ്ങളെ, ഇങ്ങനെയുള്ള ദൈവിക വെളിപ്പാട് തിരിച്ചറിഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യം, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഗണം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. അപ്പൊ അങ്ങനെ ഇനി മരണമില്ല, ഇനി കഷ്ടതയില്ല, ഇനി കണ്ണുനീരില്ല എന്നൊരു കാലം വരുന്നുണ്ട്. അത് കർത്താവിന്റെ സന്നിധിയിലും അവന്റെ രാജ്യത്തിലുമാണ്. അതിന് അന്ത്യമില്ല, അന്തമില്ല. അപ്പൊ അത്രയും കാലത്തേക്ക് ലഭിക്കുന്ന ആ ഒരു പ്രതിഫലവും നന്മയും വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കുറഞ്ഞ കാലഘട്ടത്തിലെ കഷ്ടതകൾ നൊടിനേരം, ഒരു നൊടിക്കുന്ന സമയമുള്ളതെന്നാണ് പറയുന്നത്. അത് ദൈവം ഒരുക്കുന്ന നിത്യമായ ആനന്ദത്തെ കാണുമ്പോൾ മാത്രമേ ഇത് കൈനൊടിക്കുന്ന സമയത്തേക്ക് മാത്രമുള്ളതെന്ന് അറിയുന്നു. ഹല്ലേലൂയ. അതേ പറയുള്ളവരെ, നമ്മുടെ കഷ്ടതകൾ ലോകത്തിൽ, ഇപ്പോഴുള്ള നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ നമ്മുടെ ആയുസിന്റെ ഭൂരിഭാഗവും കവർന്നു എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അല്ല, അത് ഈ ലോകത്തിലെ താൽക്കാലികമായിട്ടുള്ള ഒരു അല്പസമയത്തേക്കേ ഉള്ളൂ. അതിനപ്പുറത്തേക്കുള്ളത് നിത്യമായും അനന്തമായതുമാണ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ താൽക്കാലികമായി നേരിടുന്ന കണ്ണുനീരും കഷ്ടതയും വേദനയും അത് സന്തോഷത്തോടു കൂടി നേരിടുവാൻ നമ്മൾ പഠിക്കട്ടെ. 126-ാം സങ്കീർത്തനത്തിലെ 5-6 വാക്യങ്ങൾ പരിചിതമായ വാക്യമാണ്. കണ്ണുനീരോടെ വിതയ്ക്കുന്ന ഒരു ആർപ്പോടെ കൊയ്യും, വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനത്തെ ഒരു ജീവിതം ഇല്ലാത്ത വ്യക്തികൾ കാണുകയില്ല. ഇങ്ങനത്തെ ഒരു ജീവിതം കണ്ണുനീരോടെ വിതയ്ക്കുന്നു. പക്ഷെ എന്നും അതല്ല, ഒരു കൊയ്ത്ത് ദൈവം വെച്ചിട്ടുണ്ട്. വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, പക്ഷെ ഒരു ദിവസം കറ്റ ചുമന്നും ആർത്തുകൊണ്ടുവരും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുകയാണ്. ഇത് നിങ്ങളുടെ മേൽ, നിങ്ങളുടെ തലമുറയുടെ മേൽ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വലിയ ആർപ്പ്, ആനന്ദം, സന്തോഷം ദൈവം നിങ്ങൾക്ക് നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചക പുസ്തകം 54-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന് ഒരു പ്രോമിസ് ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിങ്ങനെയാണ്: ക്രോധാധിക്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എൻ്റെ മുഖം നിനക്ക് മറച്ചു, എങ്കിലും നിത്യതയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കും എന്ന് നിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ അരുളിച്ചെയ്യുന്നു. നമുക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട് കേട്ടോ. ആ വീണ്ടെടുപ്പുകാരൻ തന്റെ ക്രോധാധിക്യത്തിൽ ക്ഷണനേരത്തേക്ക് മുഖം മറച്ചെങ്കിലും നിത്യതയോടെ നമ്മോട് കരുണ കാണിക്കും. ഹല്ലേലൂയ. അങ്ങനത്തെ ഒരു ദൈവമാണ്. അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളതെന്നാണ് നമ്മൾ വായിച്ചത്. അവന്റെ കോപം ക്ഷണനേരത്തേക്ക്, പ്രസാദം ജീവപര്യന്തമുള്ളത്. ഹല്ലേലൂയ. 56-ാം സങ്കീർത്തനത്തിന്റെ 8-9 വാക്യം അതിലും പരിചിതമായ വാക്യമാണ്. നമ്മൾ കടന്നു പോകുന്ന എല്ലാ കണ്ണുനീരിന്റെയും വേദനയുടെയും താഴ്ചയുടെയും ഇരുളിന്റെയും ഒക്കെ കാലഘട്ടം
ദൈവം എണ്ണുന്നുണ്ട്, അതിൻ്റെ സമയം എണ്ണുന്നുണ്ട്, അതിൻ്റെ ഗ്രാഫിൽ ദൈവം അതെല്ലാം എഴുതി വെക്കുന്നുണ്ട്. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിലില്ലയോ? ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു, ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. അപ്പൊ ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ നിന്റെ സന്നിധി വന്ന് ഞാൻ വിളിച്ചപേക്ഷിക്കാൻ തീരുമാനിച്ചാൽ ശത്രുക്കളെല്ലാം പിന്തിരിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രാർത്ഥന എന്ന് പറയുന്ന കാര്യം നമ്മുടെ ഈ സാഹചര്യത്തിലെല്ലാം നമ്മളെ അടുത്ത ഒരു ഷിഫ്റ്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഷിഫ്റ്റാണ്. അടുത്തൊരു ഷിഫ്റ്റ് നമുക്ക് തരും. എങ്ങനെയാണെന്നറിയാമോ? ഇതിനകത്തുനിന്ന് പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ പുറത്തു വരുന്നത്. പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ ആ പ്രഭാതത്തിലേക്ക് കയറുന്നത്. ആ പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ ഉയർച്ചയിലേക്ക് കയറുന്നത്. പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ കൊയ്ത്തിലേക്ക് കയറുന്നത്. ഹല്ലേലൂയ. അവന്റെ കോപം ക്ഷണനേരത്തേക്കുള്ളൂ, അവന്റെ പ്രസാദം ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദ ഘോഷം വരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നിരാശപ്പെടേണ്ട, പ്രാർത്ഥിക്കുക. ദൈവം അടുത്തൊരു ഷിഫ്റ്റ് നമുക്ക് തരാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അതിന്റെ സമയമായിട്ടുണ്ട്. ദൈവം അത് ചെയ്യാൻ പോകുന്നു. പ്രിയ കർത്താവേ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരുമിച്ചിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കടന്നു പോകുന്ന കണ്ണുനീരിന്റെയും വേദനയുടെയും കർത്താവെ താഴ്ചയുടെയും ഒക്കെ ദിനങ്ങൾ ഞങ്ങൾക്കുണ്ട്, ഒത്തിരി ഉണ്ട്. എന്നാൽ അപ്പുറത്തേക്ക് ഒരു ഉയർച്ചയുടെയും ആനന്ദത്തിന്റെയും പ്രകാശത്തിന്റെയും ദിവസം ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. വചനം കേൾക്കുന്നവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് കർത്താവെ കടന്നു പോകേണ്ട, അവരനുഭവിക്കേണ്ട എല്ലാ വേദനകളും കയ്പുകളും കർത്താവെ നിന്ദകളും പരിഹാസങ്ങൾക്ക് അപ്പുറമായി ആനന്ദവും അനുഗ്രഹവും അഭിമാനവും എല്ലാം വെളിപ്പെട്ടു വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം കർത്താവെ ഉച്ചത്തിൽ ആനന്ദഘോഷം വരുന്നു, പ്രസാദം ജീവപര്യന്തമുള്ളത്, ഇതൊക്കെ അനുഭവിക്കുവാനിടയാകട്ടെ. അത്തരത്തിലൊരു കർത്താവ് ദൈവികമായ പദ്ധതിയിലേക്ക് തന്നെ മക്കളെ ഒരുക്കുന്നതിനായി സ്തോത്രം. ഏൽപ്പിച്ചത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവൻ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യട്ടെ. ഈ സന്ദേശം കുറെ പേർക്ക് ഷെയർ ചെയ്യാം. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ ലവ്ലി ഡേ.